ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പുതിയ രാഷ്ട്രീയ കലഹങ്ങൾക്ക് വഴി തുറക്കുന്നു. വടകര MP ഷാഫി പറമ്പിലിനെതിരെ UDF ഘടകകക്ഷിയായ നാഷണൽ ജനതാദൾ പരസ്യമായി രംഗത്തിറങ്ങിയത് മുന്നണിക്കുള്ളിലെ ആഭ്യന്തര ശൈഥില്യത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിലെ സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഷാഫി പറമ്പിലിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർന്നത്. നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ആണ് ഷാഫിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. പാലക്കാട് നഗരസഭയിലെ 32-ാം വാർഡിൽ നാഷണൽ ജനതാദളിന് മത്സരിക്കാൻ UDF നേരത്തെ അനുമതി നൽകിയിരുന്നതായും ഇതിന് മുസ്ലിം ലീഗിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഷാഫി പറമ്പിൽ വ്യക്തിപരമായി ഇടപെട്ട് ഈ സീറ്റ് തങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയെന്നാണ് ജോണിന്റെ ആരോപണം. ആദ്യഘട്ട ചർച്ചകളിൽ സീറ്റ് നൽകാമെന്ന് ഉറപ്പു നൽകിയ ഷാഫി പിന്നീട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഗ്രൂപ്പുകളെ വിജയിപ്പിക്കാനും വേണ്ടി അവസാന നിമിഷം സീറ്റ് മറ്റൊരാൾക്ക് നൽകുകയായിരുന്നുവെന്ന് നാഷണൽ ജനതാദൾ അവകാശപ്പെടുന്നു. ഇത് UDFന്റെ പൊതുവായ തീരുമാനമല്ലെന്നും മറിച്ച് ഷാഫി പറമ്പിലിന്റെ വ്യക്തിപരമായ നിലപാടാണെന്നും ജോൺ കുറ്റപ്പെടുത്തി. ഈ നീക്കത്തിൽ പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിഷേധമുണ്ടെങ്കിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏലത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് നാഷണൽ ജനതാദളിന്റെ തീരുമാനം. ഏലത്തൂർ സീറ്റിൽ മത്സരിക്കുന്ന കാര്യത്തിൽ UDF നേതൃത്വത്തിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും അവിടെ ഒരു യുവ നേതാവിനെയായിരിക്കും പാർട്ടി രംഗത്തിറക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുന്നണിയിലെ പ്രധാന പാർട്ടിയായ കോൺഗ്രസിലെ നേതാക്കൾ ചെറു കക്ഷികളെ അവഗണിക്കുന്നതിനെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പാലക്കാട്ടെ തർക്കങ്ങൾ നിലനിൽക്കെ തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ UDF പ്രവേശനത്തെ ചൊല്ലിയും മുന്നണിയിൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എം ഇടതുമുന്നണി വിട്ട് UDFിലേക്ക് മടങ്ങിയെത്തുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായതോടെ ഇതിനെതിരെ കടുത്ത എതിർപ്പുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം രംഗത്തെത്തി. നിലവിലെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് യാതൊരു രാഷ്ട്രീയ പ്രസക്തിയുമില്ലെന്നാണ് മോൻസ് ജോസഫ് MLA വ്യക്തമാക്കിയത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണി വിഭാഗത്തിന്റെ സഹായമില്ലാതെ തന്നെ UDFന് വൻ വിജയം നേടാൻ സാധിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന ഇത്തരം ചർച്ചകൾ രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്നും ഇത്തരം നീക്കങ്ങളിൽ നിന്ന് UDF നേതൃത്വം പിന്തിരിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിലവിൽ നടക്കുന്ന ചർച്ചകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് വിശേഷിപ്പിച്ച മോൻസ് ജോസഫ് ആരാണ് മാണി വിഭാഗത്തെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നതെന്ന ചോദ്യവും ഉയർത്തി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളം കോൺഗ്രസ് എമ്മും പരാജയം രുചിച്ചതും എന്നാൽ അവർ ഇല്ലാതിരുന്നിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തിളക്കമാർന്ന വിജയം കൈവരിച്ചതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളിലെല്ലാം നിലവിൽ UDF വലിയ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു. ജനങ്ങളുടെ ശക്തമായ പിന്തുണ UDFന് ലഭിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ മുന്നണി വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവന്ന് പുതിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കേണ്ടതില്ലെന്നുമാണ് ജോസഫ് വിഭാഗത്തിന്റെ ഉറച്ച നിലപാട്. കേരള ജനത ആഗ്രഹിക്കുന്നത് UDFന്റെ ഭരണമാണെന്നും അത് നിശ്ചയമായും ഈ കക്ഷികളുടെ സഹായം ഇല്ലാതെ തന്നെ സാധ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുന്നണി വിപുലീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ സജീവമാണെങ്കിലും ഘടകകക്ഷികളിൽ നിന്നുള്ള ഈ കടുത്ത പ്രതിഷേധം വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ഏലത്തൂർ സീറ്റുമായി ബന്ധപ്പെട്ട് നാഷണൽ ജനതാദൾ ഉന്നയിക്കുന്ന അവകാശവാദങ്ങളും മധ്യ തിരുവിതാംകൂറിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉയർത്തുന്ന ആശങ്കകളും പരിഹരിക്കുക എന്നതാണ് മുന്നണി നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാകുന്നത്. ഷാഫി പറമ്പിലിനെ പോലുള്ള ഉന്നത നേതാക്കൾക്കെതിരെ ഘടകകക്ഷികൾ പരസ്യമായി രംഗത്തെത്തുന്നത് UDFന്റെ ഐക്യത്തെ ബാധിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുന്നണിക്കുള്ളിലെ ഈ ആഭ്യന്തര കലഹങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ അത് തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ UDF ഏകോപന സമിതി യോഗം ചേർന്ന് ഈ വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ജോസ് കെ മാണിയുടെ മൗനവും അതേസമയം ജോസഫ് വിഭാഗത്തിന്റെ കടുത്ത നിലപാടും കേരള രാഷ്ട്രീയത്തിലെ പുതിയ അധികാര തർക്കങ്ങളുടെ തുടക്കമാണ്. സീറ്റ് വിഭജന ചർച്ചകളിൽ ചെറു കക്ഷികൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി നാഷണൽ ജനതാദൾ പരസ്യപ്പെടുത്തിയതോടെ വടക്കൻ കേരളത്തിലും UDFൽ അസ്വസ്ഥതകൾ പുകയുകയാണ്. എലത്തൂർ മണ്ഡലത്തിൽ യുവ നേതാവിനെ മത്സരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതിലൂടെ സ്വന്തം നിലപാട് ഉറപ്പിക്കാനാണ് നാഷണൽ ജനതാദൾ ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ ഘടകകക്ഷികളും സ്വന്തം സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതോടെ UDFനുള്ളിൽ വലിയൊരു രാഷ്ട്രീയ വാക്പോരിന് കളമൊരുങ്ങുകയാണ്. വരും ആഴ്ചകളിൽ UDF നേതൃത്വമെടുക്കുന്ന തീരുമാനങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് കാത്തിരുന്നു കാണേണ്ടതാണ്.